ഈ PF സെക്ഷൻ അവിടെ. സാർ, ഞാൻ പാലക്കാട് നിന്ന് വരികയാ. സുധാമയി ശേഷാദ്രി. മൈ ഹസ്ബൻഡ് ശേഷാദ്രി ഇസ് നോ മോർ. ഹി വാസ് എ മ്യൂസിഷ്യൻ. എൻ്റെ മകന് ഈ വകുപ്പിലായിരുന്നു ജോലി. 4 വർഷം മുമ്പ് മരിച്ചു. പകരം അവൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് കൺസേൺ മിനിസ്റ്റർ പറഞ്ഞിരുന്നതാണ്. മരിച്ചുപോയ മകൻ്റെ പേരിലുള്ള PF ഫണ്ട് 2 ലക്ഷം രൂപ കിട്ടാനുണ്ട്. സാർ ഇവിടുന്ന് ആ ഫയൽ ഒന്ന് പാസ്സാക്കി വിട്ട ഫണ്ട് അലോട്ട് ചെയ്ത് തരാമെന്ന് സൂപ്രണ്ട് സാർ പറഞ്ഞു. ഞങ്ങളൊരു കുടുംബം മുഴുവൻ പട്ടിണിയിലാണ്. സഹായിക്കണം സാർ, പ്ലീസ്. എന്താ നീ ഒന്നേ കാണിക്കുന്നത്? ഞാൻ പോലീസിനെ വിളിക്കും. എടുക്കാൻ എവിടെ പോവല്ലേ? നിങ്ങളുടെ ആവശ്യം എന്തിനാണ്? മകളുടെ ജോലി ആവശ്യത്തിന്റെ ഫയൽ ഇതുവരെ മന്ത്രി ഓഫീസിൽ എത്തിയിട്ടില്ല. മകന്റെ ചില ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട്. എത്ര രൂപ കിട്ടാവുണ്ട്? 2 ലക്ഷം. നിങ്ങൾ പിള്ളക്ക് ഇപ്പൊ എത്ര കൊടുത്തത്? 1000. പോരാ, 2 ലക്ഷം രൂപയല്ലേ കിട്ടാവുള്ളത്. ഒരു 2000 രൂപ കൊണ്ട് വെച്ച് കൊടുക്കി. ഇപ്പം മുഴുവനും ഇല്ലേ, സാരമില്ല. ഫയൽ ഡെസ്പാച്ചിൽ എത്തിയിട്ട് ബാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ 1000 രൂപ ചക്രം കൊണ്ട് കൊടുക്കി. വാങ്ങിയിരുപിള്ളേ, ഐശ്വര്യമായിട്ട് വാങ്ങി. ഞാൻ ഇല്ലേ പറയണത്, രാഹുകാലത്തിന് മുമ്പ് വാങ്ങിക്കി. നിങ്ങൾ നാളെ കഴിഞ്ഞ്, അതായത് മറ്റന്നാൾ ബാക്കി പണമായിട്ട് വരും. ഫയൽ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. സാക്ഷാൽ ശ്രീപത്മനാഭസ്വാമി ഒരു കാര്യത്തിന് ഇവിടെ വന്ന് കയറിയാൽ പോലും ചില്ലറ എറിഞ്ഞേ പറ്റൂ. കാര്യം സാധിച്ചു കൊടുക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ കാശ് വാങ്ങുന്നതിന് ഒരു തെറ്റുമില്ല. പിള്ള ഇത് വാങ്ങിച്ചില്ലെങ്കിൽ പിള്ളയുടെ മേലിരിക്കുന്ന സാറ് പിള്ളയെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് പിള്ളയുടെ വിധം കൂടി അദ്ദേഹം അടിച്ചു മാറ്റും. പൊന്നു തമ്പുരാന്റെ കാലം മുതൽ ഇതാ രീതി. തട്ടുംപുറം മുതൽ ഇങ്ങി വരാന്ത വരെ ഇത് തന്നെ. ഒരു നമ്പൂരിയോ നായരോ വിചാരിച്ച ഇവിടെ നന്നാകത്തില്ല. എൻ്റെ വീതം ഒരു 100 രൂപ പോരും. ഇങ്ങടുക്കി കണ്ടോ എന്തരം. സാറിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒപ്പിട്ട് കയറണമെന്നായിരുന്നു പയ്യൻ്റെ ആഗ്രഹം. ഇന്നലെ സാറ് ലീവിലായിരുന്നുകൊണ്ട് അതിനും പറ്റിയില്ല. എൻ്റെ സ്വന്തം പയ്യനാണ് സാർ, അനുഗ്രഹിക്കണം. പേരെന്താന്നാ പറഞ്ഞേ? ബാലേന്ദ്രൻ. അച്ഛന്റെ പേര്? ബ്രാഹ്മണനാ, ബാലചന്ദ്രൻ അടിക. ബ്രാഹ്മണനാണോ? ഇരിക്കി. താമസമൊക്കെ ശരിയായോ? ഓ, എൻ്റെ കൂടെ പ്രീമിയർ ലാഡ്ജില്. ഉണ്ണിത്താന്റെ ഭാഗ്യം. ഇങ്ങനെ ഒരാളെ മുറി താമസിപ്പിക്കുന്നതന്നെ ഒരു ഐശ്വര്യമല്ലേ? പണ്ട് ഉണ്ണിത്താനോടൊപ്പം പ്രീമിയറിൽ മൂട്ട കടിച്ചുടങ്ങിയ പലരും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നുണ്ട്. അല്ലേ ഉണ്ണിത്താനെ? ഓ, അങ്ങനെ നിരീക്ഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. പയ്യൻ ഏത് സെക്ഷനിലാ? ഡെസ്പാച്ചിലിരുത്താം. വർക്ക് പഠിക്കാൻ അതാ നല്ലത്. ആ വിമല ഇങ്ങ് വിളിക്ക്. അപ്പൊ നാട്ടിൽ കുടുംബക്ഷേത്രത്തില് പൂജയും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യായിരുന്നു. സൗകര്യം പോലെ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. സജ്ജന സമ്പർക്കം പോലും പുണ്യമാണ്. വിമല, ഇത് ബാലചന്ദ്രൻ അടിക. ഡെസ്പാച്ചിൽ വിമലയുടെ സെക്ഷന് വർക്കെല്ലാം വിശദമായി പഠിപ്പിച്ചു കൊടുക്കണം. ശരി സർ. ബാലേന്ദ്രൻ, ഇത് വിമല തങ്കച്ചി. കേട്ടിട്ടില്ലേ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടം രാമനാഥൻ ഉണ്ണിത്താൻ? അദ്ദേഹത്തിന്റെ മകളാ. വിമലയെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഒന്ന് ചുമ്മാ ഇരി സാറേ, കളിയാക്കാതെ. ഈ സാറിന്റെ ഒരു കാര്യം. ദിവാര,
ബർത്ത്ഡേ ആണെന്ന് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. അതൊരു സിദ്ധിയാ. ശരിയല്ലേ? ഇന്ന് ബർത്ത്ഡേ അല്ലേ? പിറന്നാള് നാളത്തെ കഴിഞ്ഞാണ്. പക്ഷെ ഇംഗ്ലീഷ് മാസം ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. കെട്ടിക്കൊണ്ടു പോകാം. ബർത്ത്ഡേ കണ്ടുപിടിച്ച സിദ്ധി എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ബാലേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഞാനാ വെരിഫൈ ചെയ്തത്. ഡേറ്റ് ഓഫ് ബർത്ത് 24/3/1975. ഇന്ന് മാർച്ച് 24. മെഡിസിന് പോകാനുള്ള മാർക്ക് ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ എൻട്രൻസ് എഴുതിയില്ല? പറ്റില്ല. പിറന്നാള് നാളത്തെ കഴിഞ്ഞല്ലേ? സ്വീറ്റ്സ് വാങ്ങിത്തരണം. പിറന്നാളുകാർക്കല്ലേ സമ്മാനം കിട്ടാറുള്ളത്? തീർച്ചയായും എന്റെ വക ഒരു പ്രസന്റ് ഉണ്ടായിരിക്കും. അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞു. തമാശ വരവ് വെച്ചിരിക്കുന്നു. ഓക്കെ, ബൈ. സെക്രട്ടേറിയറ്റ് പിടിച്ചു കയറാൻ ഒരു കൈ കിട്ടുന്നവൻ ഭാഗ്യവാൻ. പാവം, നല്ല കുട്ടിയാ. 3 മാസമേ ഭർത്താവിനോടൊപ്പം പുറത്തുള്ളൂ. അവൻ ഒരു വാഹനമല്ല വൃത്തികെട്ടവൻ. പിരിഞ്ഞിട്ട് ഇപ്പം 2 വർഷമായി. വിമലയുടെ അച്ഛനൊരു കറതീർന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. വലിയ കുടുംബക്കാരില്ലയോ? പുള്ളിക്കാരൻ്റെ അനിയൻ പട്ടൻ രവീന്ദ്രൻ ഇന്നല്ലെങ്കിൽ നാളെ മന്ത്രിയാ. വിമലയുടെ അച്ഛൻ ഗോവിന്ദൻ ഉണ്ണിത്താ സാറ് പറഞ്ഞ അനിയൻ രവീന്ദ്രൻ സാർ എന്തും ചെയ്തു കൊടുക്കും. രവീന്ദ്രൻ സാർ ഇന്നല്ലെങ്കിൽ നാളെ മന്ത്രിയാ. ഹജൂർ കച്ചേരിക്ക് മേളിലൊരു പിടിയുള്ളത് എപ്പോഴും നല്ലതാ. ശ്രീപത്മനാഭ. തൃപ്പൻ നമ്പൂതിരി, കാസർഗോഡ് നിന്ന് വന്ന. റൂം നമ്പർ 214. ആ. 7 വർഷമായി ഞാൻ ഈ ഫാക്ടറി എന്നും പറഞ്ഞിറങ്ങിയിട്ട് സ്ഥലത്തിനും മെഷീനറിക്കും ബിൽഡിങ്ങിനും മാത്രമായി 3 കോടി. ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞു, മെഷീൻസും എത്തിച്ചു. പിന്നല്ലേ പൂരം. ഇലക്ട്രിസിറ്റി സാങ്ഷന് മാത്രം വർഷം ഒന്ന് പിടിച്ചു. ഉദ്ഘാടന ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ പൊല്യൂഷൻ ബോർഡുകാരുടെ ഇൻഡാസ് ദാ വരുന്നു. പിന്നെ മന്ത്രി അടക്കം ബോർഡിലെ തൂണിനും തുരുമ്പിനും ഒക്കെ കൂടി 1,06,000. ഒരിക്കൽ സാങ്ഷൻ കിട്ടി. പിന്നെ പരിസ്ഥിതിക്കാരുടെ സ്റ്റേ, കോടതി, അത് പൂരം വേറെ. അവിടെ നിന്ന് ഒരുവിധം ഊരിയപ്പോൾ റവന്യൂ വകുപ്പിന്റെ സ്റ്റേ. ഫാക്ടറി ഇരിക്കുന്ന സ്ഥലം വനഭൂമി കൈയേറിയതാണെന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് ഈറ്റ വെട്ടാനുള്ള സാങ്ഷൻ ആദ്യം തന്നു, പിന്നെ പിൻവലിച്ചു. ഇപ്പോഴത്തെ പ്രശ്നം എന്തിനാണ്? നിങ്ങളുടെ വകുപ്പ് തന്നെ. അടിയാധാരവും തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വർഷം 1 കഴിഞ്ഞു. പൊല്യൂഷൻ ബോണ്ട് സാങ്ഷൻ ഇനിയും വേണമെന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി പറയുന്നു. ഒരു കോരോന്നായിട്ട് അഴിക്കണം. ആദ്യം അടിയിൽ നിന്ന് എന്നെ പിടിച്ചു കൊടുക്കണം. അടിയാധാരത്തിന്റെ കാപ്പി ഉണ്ടോ കയ്യില്? ഉണ്ടല്ലോ, മണിയായിട്ട് ഇരിക്കണില്ലേ എന്നെ നോക്കി ചിരിച്ചോണ്ട്. ഇപ്പോ ഗംഗാര സാറിന്റെ ടേബിളിലാണ് ഉരുപ്പടി. ഫയൽ നമ്പർ 144/91, 216/91. അന്നത്തെ പൊല്യൂഷൻ ബോർഡ് ചെയർമാൻ വിഴുങ്ങി വർഗീസ് പോയി. ഇപ്പൊ അവറാ സാറാ കോട്ടയംകാരൻ. അപ്പന്റെ വായുവിലേക്ക് കമ്മീഷൻ വാങ്ങിക്കുന്നേനവാ. ആകെ മൊത്തം എമൗണ്ട് എന്ത് വരും? ആദ്യ റൗണ്ട് 5 ലക്ഷം. പിന്നെ ബാവർക്കും കൊച്ചിയെടുത്താ സാമിക്കും എരുമേലി പേട്ടതുള്ളൽ പാർട്ടികൾക്കും ഒക്കെ അല്ലറ ചില്ലറ. പിന്നെ വാങ്ങിച്ചോ ശ്രീപത്മനാഭ.